നമുക്ക് നല്ല കുറച്ച് പന്നിയിറച്ചി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് ഉലത്തിയെടുക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. നമുക്ക് കരിയാപ്പില ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കുമ്പോഴത്തേക്കും നമുക്ക് ഇളക്കി ഇച്ചിരി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാവേ. ഇതൊന്ന് ചെറുതായിട്ട് മൂക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു തക്കാളിക്ക ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാവേ. അതിന് മുന്നേ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടും കേട്ടോ അപ്പോഴത്തേക്ക്. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാവേ. മീറ്റ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമാണ് എടുത്തിരിക്കുന്നത്, ആവശ്യത്തിനുള്ളത് കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കണേ. ഇറച്ചി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇറച്ചി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കണം. കാരണം ഇതിൻ്റെ അകത്തുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ. ഈ ഇറച്ചിക്കകത്ത് തന്നെ കുറേ വെള്ളം ഉണ്ടാവുമേ. നമ്മളിപ്പോഴേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് ഇറങ്ങത്തില്ല. ഇത് മൂടി ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്ന് ഇറങ്ങി കിട്ടും. ഇത് കണ്ടോ, ഞാൻ ഈ പന്നിയിറച്ചിക്കകത്തുണ്ടായിരുന്ന നെയ് കഷ്ണം എല്ലായിടത്തും ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. അതിന് നല്ല രുചിയുണ്ട് കറിക്കകത്ത് ഇടുമ്പോഴത്തേക്ക്, ഉരുക്കിയിട്ടിടുമ്പോഴത്തേക്കുവേ. ഇതേ കുഞ്ഞുവാവ ശല്യം വന്നിട്ടുണ്ടോ നമ്മളെ. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ ഉരുക്കി വെച്ച നെയ് കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഇനി നമുക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം കുറച്ച് നേരം. ഇപ്പം നല്ല തിള വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം സംഭവമൊക്കെ വന്നിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് പറ്റിയാൽ മതിയേ. നമുക്കൊരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി ഏറെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, കാരണം ഇത് നല്ല രുചിയാണ് കുരുമുളക് ഇടുമ്പോഴത്തേക്ക്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. നല്ല ചൂട് ചോറിനോട് ഈ പന്നി റോസ്റ്റ് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂട്ടത്തിൽ ഞങ്ങളുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.